ഈ പശ്ചിമേഷ്യ ഇപ്പോഴും യുദ്ധത്തിൻ്റെ ഒരു ഭീകര അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇറാനും യു എസുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ അല്ല ഇതിന് ഉത്തരവാദി, യു എസ് അല്ല ഇതിന് ഉത്തരവാദി ഇറാനെ ആക്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് പിന്നെ എവിടെ നിന്നാണ്? ഏതോ അദൃശ്യമായ കരങ്ങളിൽ നിന്നാണോ ഇത്തരത്തിൽ ഈ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്? ഇപ്പം അത്തരത്തിലൊരു വാർത്ത വരുന്നു സാറേ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ എല്ലാ ആക്രമണത്തിൻ്റെയും പുറകിൽ അല്ലെങ്കിൽ ഈ അമേരിക്ക അല്ല, ഇസ്രായേൽ അല്ലെന്നല്ല അവർ പറയുന്നത്. അവർ ചില ആക്രമണങ്ങൾ പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം ഹോർമൂസിൽ 3 ഈ വെടിനിർത്തലിന് ശേഷം 3 കടലിനെ ആക്രമിച്ച ശേഷം പറഞ്ഞിട്ട് അവർ തിരിച്ചടിച്ചു. ഹോർമൂസിലെ പല മേഖലകളിലും റഡാർ സംവിധാനങ്ങളിലും തന്ത്രപ്രധാനമായ ഇടങ്ങളിലൊക്കെ തിരിച്ചടിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ ആക്രമണവും ഉണ്ടായി. എന്നാൽ ചില ആക്രമണങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ നടക്കുന്നതിനകത്ത് പങ്കില്ല. അത് ഇസ്രായേലാണെന്ന് അവർ വിചാരിക്കുന്നത്. ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ചില പണികളുണ്ടല്ലേ അവരങ്ങനെ. പക്ഷെ ഇന്നത്തെ വാർത്താക്കുറിപ്പിനകത്ത് വരുന്നത് അവരുമല്ല. അപ്പം അത് ഇറാൻ അറിയുന്നില്ല ആരാ ആക്രമിക്കുന്നതെന്ന്. അപ്പം നമ്മൾ പല യുദ്ധത്തിനകത്ത് നമ്മൾ നേരത്തെ ഇതുപോലെ കേട്ടിട്ടുണ്ട്, ശരിയോ തെറ്റോന്ന് അറിയത്തില്ല, പല ആക്രമണങ്ങളും GCC രാജ്യങ്ങളിൽ നടത്തുന്നത് ഞങ്ങളല്ല എന്ന് ഇറാൻ പറയുന്നുണ്ട്. പക്ഷെ അത് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല, നിഷേധിക്കാം. ചിലപ്പോൾ അല്ലാതെയാകാം. കാരണം ഞങ്ങളുമായിട്ട് സൗഹൃദമുള്ള പല രാജ്യങ്ങളിലും ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ആ സൗഹൃദം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഇറാൻ എന്ന വ്യാജേന ഈ പറയുന്ന ഇസ്രായേലോ അല്ലെങ്കിൽ അമേരിക്കയോ അല്ലെങ്കിൽ അവരുടെ ചാരസംഘടനയോ നടത്തുന്ന ഒരു ഇതാണെന്നുള്ള രീതിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്തയ്ക്ക് ബലം കൊടുക്കുന്ന രീതിയിൽ ദേശീയ മാധ്യമങ്ങളിലൊക്കെ പത്രങ്ങളിലൊക്കെ പല ഘട്ടങ്ങളിൽ പല സമയങ്ങളിലൊക്കെ വാർത്തുന്നുണ്ട്. പക്ഷെ ഇപ്പം ഇത് അമേരിക്കയും ഇസ്രായേലും പറയുന്നു ചില അക്രമങ്ങളുടെ പുറകിൽ, എല്ലാ അക്രമമല്ല, ഞങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടാണ്. ഇസ്രായേലാണ് മിക്കവാറും ഈ അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കുമല്ലോ. ഇപ്പം ഖമീനിയെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും, അല്ലെങ്കിൽ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സുഖമുള്ള പരിപാടിയാണ്. ഈ നല്ല ചട്ടമ്പികളുടെ കൂട്ടം ഇന്നടത്ത് ചിഹ്നം അടിക്കൂടാ എന്ന് പറഞ്ഞ് അടിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഓർക്കാപ്പുറത്ത് പുറമെ അടിക്കുന്നവരുമുണ്ട്. ഇസ്രായേൽ അങ്ങനത്തെ ഒരു ഏർപ്പാടുള്ളതാണ്. അപ്പം ഇസ്രായേൽ പറഞ്ഞിട്ടുള്ള ഇന്ന ആക്രമണം ഞങ്ങളല്ല. അപ്പം ഇതിനകത്ത് അജ്ഞാതൻ, നമ്മൾ ഈ പറയുന്ന അജ്ഞാതൻ ഇറാനിൽ എന്നുള്ള ഒരു വരുന്നത്. അപ്പം GCC രാജ്യങ്ങൾ പലതായിട്ട് ഇപ്പം UAE ആയിട്ട് പോട്ടിയുണ്ട്, കുവൈറ്റിൽ ആക്രമണം നടക്കുന്നുണ്ട്, ഇവർക്ക് ഖത്തറിൽ ആക്രമണം നടക്കുന്നുണ്ട്, മിക്കവാറുള്ള GCC രാജ്യങ്ങളിലെല്ലാം ആക്രമണം നടത്തുന്നുണ്ട്. 85ഓളം ആക്രമണം കഴിഞ്ഞ ദിവസം IRGS പറഞ്ഞതിനകത്ത് ഇവർ ഈ ആക്രമിക്കുന്നതൊക്കെ GCC രാജ്യങ്ങളും ഇസ്രായേലും ആണല്ലോ, അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഈ അതിനുശേഷം ഇപ്പം യുദ്ധം വീണ്ടും ഇപ്പം പറപ്പിക്കും, ഇപ്പം ചുടും, ഇന്ന് 1 മണിക്കൂർ മതി, 3/4 മണിക്കൂർ മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇന്ന് വരുന്ന വാർത്തയും വീണ്ടും ഇവരായിട്ട് ചർച്ച ചെയ്യാവുന്നുള്ള രീതിയിലാണ് ഈ ട്രംപിൻ്റെ വാർത്ത. പുള്ളിക്ക് ഇപ്പം നമ്മളൊരാളുടെ കാര്യം പറഞ്ഞ പോലെ ഫ്രസ്ട്രേഷൻ വരുമ്പം എന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക, പിന്നെ അത് വേറെ എന്തെങ്കിലും അയാൾ പറയുന്നത് എന്താ, പ്രവർത്തിക്കുന്നത് എന്താ, അയാളെപ്പറ്റി ഒരു മുൻവിധിയും എടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങളുണ്ട്. ആരാ? ഈ ട്രംപിനെ പറ്റി. അത് വേറെ രീതി പറഞ്ഞാൽ ഒരു ബുദ്ധിപരമായ നീക്കുക. കാരണം ശ്രദ്ധ അയാൾ ഉദ്ദേശിക്കുന്നിടത്തുനിന്ന് ലോകത്തിൻ്റെയും അയാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെയും മാറ്റി, അല്ലെങ്കിൽ പുള്ളി ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തിൻ്റെ ശ്രദ്ധ മാറ്റിയാൽ മതി. വേറെ വഴിക്കോട്ട് പുള്ളി സംസാരിക്കും. അയാൾ ഉദ്ദേശിക്കുന്നിടത്തോട്ട് അയാൾ കാര്യങ്ങൾ നടത്തിയാൽ പോരെ. ബുദ്ധിയും ആകാം. ബുദ്ധിയില്ലാത്തവനാണെങ്കിൽ ലോകത്തെ ഏറ്റവും നമ്പർ 1 കോടീശ്വരനും ഈ അമേരിക്കയുടെ 2 വട്ടത്തെ പ്രസിഡന്റും ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായി? മന്ദബുദ്ധിക്കൊന്നും ആവാൻ പറ്റുന്ന ഒരിടമല്ലേ. അപ്പം ഒരുപക്ഷെ അയാൾ വലിയ ബുദ്ധിമാനാകാം. ഏതായാലും ട്രംപിനെ പറയുന്ന കാര്യം നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിമിഷത്തിന് കാര്യങ്ങൾ മാറ്റി പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഖമേനിയുടെ ഇതൊക്കെ നമ്മൾ കണ്ട 5-ാം തീയതി തൊട്ട് ഇന്നലെ തീർന്നു. അദ്ദേഹത്തിന്റെ എനിക്കൊന്ന് ഇറാനിലായിരുന്നു, അല്ലെ ഇറാഖിലായിരുന്നു അദ്ദേഹത്തെ ജന്മനാടായിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ ശവസംസ്കാരം വലിയ അത്ഭുതം. ഏതാണ്ട് 7,900 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിക്കുകയെന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് 8,000 കോടി കണക്ക് 8,000 കോടി രൂപയാണ് ചെലവാക്കുക. വലിയ ഒരു ഇതായിട്ട് ലോകത്തെ ഞെട്ടിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഇതിനകത്ത് ആ സമയത്താണ് നമ്മൾ ഈ പറയുന്നത് IRGS 3 കപ്പലുകളെ ആക്രമിക്കും. സമാധാനപരമായിട്ട് ഒരുപക്ഷെ 106 ദിവസം കഴിഞ്ഞിട്ട് ഒരു ശവസംസ്കാരം നടത്താൻ നോക്കിയിരുന്നതിൻ്റെ കാരണം തന്നെ അതിനകത്ത് വീണ്ടും ഒരു അലിഗേഷൻ വന്നു. ഇതിനകത്ത് ശവമുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, പൊട്ടിത്തെറിച്ച് പോയെടുത്ത്. ഇത് വേറെ ഒരു ആ ജനതയെ കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു കളിയാണോ എന്നുള്ളൊരു വാർത്ത അതിനകത്തുനിന്ന് തന്നെ വന്നായിരുന്നു. ഞാൻ പറയുന്നത് ഇതൊരു ഈ ശവസംസ്കാരം വലിയൊരു രാഷ്ട്രീയ നാടകമാണ്. കാരണം ആ ജനത്തിന്റെ വികാരം ഇറാനിൽ ആരെങ്കിലും വിഘടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം വൈകിപ്പിച്ചത് തന്നെ എന്തിനാ? ഞാനതാ പറഞ്ഞ ഇത്രയും ദിവസം അതിന്റെ കാരണം പറയും. 106 ദിവസം കഴിഞ്ഞ് ഇത് നടത്തുമ്പോൾ
ആ നടത്തുമ്പോൾ എന്തുവാ 106 ദിവസം നോക്കിയിരുന്നതെന്ന് പറഞ്ഞാൽ സമാധാനപരമായിട്ട് നടത്താൻ വേണ്ടിയാണോ നോക്കിയിരുന്നത്? യുദ്ധം ഉണ്ടായതുകൊണ്ടാണല്ലോ നമ്മൾ വിചാരിച്ച് നടത്താൻ പറ്റാഞ്ഞത്. ആ സമയത്തല്ലേ 3 കപ്പലെ ആക്രമിച്ചേ? ഈ 3 കപ്പലുകളെ അല്ലെങ്കിൽ വെടിനിർത്തലിന് ശേഷം അമേരിക്ക ആക്രമിക്കാതിരിക്കുകയാണ്, സമാധാനപരമായിട്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഇടത്ത് കയറി 3 കപ്പലുകളെ ആക്രമിക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും തിരിച്ചടിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് IRGS അറിയാമല്ലോ. ആ തിരിച്ചടി ഒരുപക്ഷെ ഈ ശവസംസ്കാര ചടങ്ങിന് ഇടയ്ക്ക് നടത്തിയാൽ ഈ ശവസംസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഡെവലപ്മെന്റ്സ് ഞാൻ പറഞ്ഞില്ല, രാഷ്ട്രീയ ഡെവലപ്മെന്റ്സ്, ആ രാജ്യത്തിനകത്ത് ജനങ്ങളുടെ വികാരത്തെ ഉപയോഗിച്ച് വിഘടിച്ച് നിൽക്കുന്ന ജനങ്ങളെ ഇപ്പോൾ ഉള്ള ഭരണാധികാരിമാർ ചെയ്യുന്ന പ്രവൃത്തിയോട് കൂടെ നിർത്തുന്നതിന് വേണ്ടി, അത് വല്ലാത്തൊരു കാര്യമാണല്ലോ. അതിനുവേണ്ടി ആയിരുന്നു നമുക്ക് സംശയിച്ചുകൂടെ? കാരണം ഇതിനകത്ത് ഇസ്രായേലിന്റെ സ്വഭാവമില്ലേ, ഖമീനിയുടെ ചാപ്പട്ടി ഇരിക്കുന്നിടത്തോണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പാടൊന്നുമില്ല. കൊണ്ടുവന്ന് 4 മിസൈൽ അടിച്ചാൽ ആരും ചോദിച്ചാൽ അവരും ഞങ്ങളെ ഊരിയോ എന്ന് പറയുന്ന ഒരു രാജ്യം. കാരണം ആരും ചോദിച്ചാലും അല്ലെങ്കിൽ അവരോടൊന്നും ആരും ചോദിക്കാനും ഒന്നുമില്ല, അവർക്ക് ഇഷ്ടമുള്ള രീതി. ഇതിനു വേണ്ടിയായിരുന്നു നമുക്ക് സംശയിച്ചൂടെ? മാത്രമല്ല സാറേ, ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മകനുണ്ടെന്ന് പറയുന്നുണ്ട് ഖമേനി. ഈ ഖമേനി മരിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ആയിരുന്നു, ബാത്തിരുന്നായിരുന്നു കാര്യങ്ങൾ കൈകാര്യം. സെക്യൂരിറ്റി ത്രെഡ് കൊണ്ടാണോ അത് വെളി വരാത്തെന്ന് അറിയില്ല. അദ്ദേഹം ഈ ശവസംസ്കാരത്തിന് ഉടനീളമില്ലായിരുന്നു, വലിയ ചർച്ചയായ കാര്യമാണ്. കാരണം മുസ്തഫ ഖമേനി ഇദ്ദേഹത്തിൻ്റെ ജന്മനാടായിട്ടുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ഈ ഇടത്ത് വെച്ചിട്ട് കുടുംബാംഗങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഇടമുണ്ടായിരുന്നു. അത് ഈ മഷാദി എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ പോലും ഇദ്ദേഹം വന്നിട്ടില്ല. അവിടെ വെച്ചിട്ട് ഇത്രയും പൈസ മുടക്കുന്നിടത്ത് അയാൾക്ക് വേണ്ട വലിയൊരു സെക്യൂരിറ്റി എന്തോരം കൊടുക്കാൻ പറ്റുമല്ലോ. അവിടെ പോലും ഇദ്ദേഹം വന്നിട്ടില്ല. ഇയാൾ റഷ്യയുടെ പല വാർത്ത വരുന്നുണ്ട്, ഇയാൾ ഇറാനില്ലെന്ന് പറയുന്നുണ്ട്, അല്ല ഇറാനിലെന്ന് പറയുന്നത് റഷ്യയുടെ കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കാം, റഷ്യയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ വിചാരിച്ചിട്ട് ഇയാളുണ്ടോ? ഇയാൾ അന്ന് രണ്ടാമത് ഇയാളുടെ പുറത്ത് ബോംബിട്ട് ഇയാൾക്ക് വലിയ പരിക്കുകളോടുകൂടി അല്ലെങ്കിൽ കോമാ സ്റ്റേജിലൊക്കെ ആണെന്നുള്ള രീതിയിലൊന്ന് വാർത്ത വന്നായിരുന്നു. പിന്നെ ഇയാളെ ഇവിടുന്ന് സെക്യൂരിറ്റി ത്രെഡ് കൊണ്ട് റഷ്യ ഏറ്റെടുത്തിരിക്കുന്നു പറഞ്ഞു. റഷ്യയുടെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ സുരക്ഷിതമായിട്ട് റഷ്യയുടെ കൈ കാണും, അല്ലെങ്കിൽ അവരവിടെ കൊണ്ടുപോയിട്ടുണ്ടോ? പക്ഷേ ഇത്ര പ്രധാനപ്പെട്ട ഒരു സംഭവം ഓപ്പറേറ്റ് ചെയ്തപ്പോൾ അവസാന ചുംബനം അല്ലെങ്കിൽ അതിനകത്ത് അവരുടെ ഈ പറയുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരിടത്തെങ്കിലും അയാൾ വരുമെന്ന് വിചാരിച്ചിരുന്നിടത്ത് പോലും ഈ മുസ്തഫ ഖമേനി വന്നിട്ടില്ല. അപ്പം അയാൾ ഇനി ഉണ്ടോ? അതോ ഞാൻ പറയുന്ന പോലെ ഈ പറയുന്ന അയാളെ അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടോ? ഇദ്ദേഹം മരിച്ചത് കൂടി പറയാൻ അല്ലെങ്കിൽ അവർ അനൗൺസ് ചെയ്യണമല്ലോ. ഈ ഇദ്ദേഹത്തിൻ്റെ കാര്യം തന്നെ അമേരിക്ക തെളിവോടുകൂടിയും അല്ലെങ്കിൽ ഇസ്രായേൽ തെളിവോടുകൂടിയും കൊന്നു എന്നുള്ളത് അനൗൺസ് ചെയ്തിട്ട് കഴിഞ്ഞാണല്ലോ ഇവർ ഒരാഴ്ച കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ ഖമേനിയുടെ കാര്യം തന്നെ പറഞ്ഞത്. കാരണം അവർ മറ്റേ ഫോട്ടോയും മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസും അവിടുന്ന് അവരെ എനിക്കൊന്ന് DNA വരെ കളക്ട് ചെയ്ത് അതിൻ്റെ തെളിവുകളോടുകൂടിയാണ് ഖമേനിയും 40 പേരും അന്ന് മരിച്ചെന്നുള്ള രീതികൾ. അപ്പം ഈ പശ്ചിമേഷ്യൻ യുദ്ധം ഇപ്പോഴെങ്ങും തീരുന്ന ഒരു അവസ്ഥയില്ല, തീരത്തുമില്ല. അതിന് 2 കാര്യമുണ്ട്. കാരണം ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം വിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറാവത്തില്ല. അത് കൊണ്ടേ പോകുന്ന അമേരിക്കയ്ക്ക് ഒരിക്കലും നമ്മൾ ഈ പറയുന്ന പോലെ എത്ര ബലമുണ്ടെന്ന് പറഞ്ഞാലും എത്ര കാര്യമുണ്ടെന്ന് പറഞ്ഞാലും നമുക്കറിയാമല്ലോ. 40 രാജ്യങ്ങൾ 20 കൊല്ലമോ 20 കൊല്ലത്തോട് അടുപ്പിച്ചാണ് കണക്കെനിക്ക് 19 കൊല്ലം അഫ്ഗാനിസ്ഥാനിൽ കിടന്നടിച്ചിട്ട് കളഞ്ഞിട്ട് പോയത് ആരാ? ഇപ്പൊ താലിബാന്റെ കയ്യിലിരിക്കുന്ന സാറിനറിയാമല്ലോ. എന്നിട്ട് പിടിച്ചോ? അവന്മാർക്കൊന്നുമില്ലായിരുന്നു, കാര്യം ശരിയാ, നശിപ്പിച്ച് നാരായണക്കല്ലാക്കി പോയി. പക്ഷേ വീണ്ടും അവരവിടെ ഫൈറ്റ് ചെയ്ത് നിന്നു. അദ്ദേഹത്തെ ഒരു ജീന ഇവൻ്റെ ഇരിക്കുന്നത്. ഇവനിവിടെ അല്ലേ സ്വർഗം? മാത്രമല്ല അതുപോലെ അല്ലല്ലോ ഇവിടെ, അതിനെക്കാട്ടി വിശാലമാണ്. അത്രയും ഈസിയായിട്ട് ആക്രമിക്കാൻ പറ്റുന്ന ഒരിടമല്ല. അപ്പം ഇത് തീരത്തില്ല, തീരുന്ന ഒരവസ്ഥയുമില്ല, അവർക്ക് തീർക്കാൻ പറ്റത്തുമില്ല. ഈ ഹോർമൂസ് കടലിടുക്ക് വെച്ചിട്ട് ഈ യുദ്ധം ലോകത്തിന് ത്രട്ടായിട്ട് തന്നെ നിൽക്കും. കാരണം ഈ ഒരു ഇടം, ഈ 22 കിലോമീറ്റർ അല്ല 32 കിലോമീറ്റർ എന്ന് പറയുന്ന ഇടത്തൂടാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന ഊർജം കടന്നു പോകുന്നത്. 50%. അതിന് പ്രധാനപ്പെട്ട യൂറോപ്യൻ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങൾക്കകത്തും അതിലേക്കൂടെ അല്ലാതെ ഊർജം കടത്തിക്കൊണ്ട് പോകാൻ മാർഗമില്ല. അപ്പോൾ അവിടെ കയറി അതിൻ്റെ സെക്യൂരിറ്റി മൊത്തവും പിടിച്ചെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരിടെ എത്ര ശക്തമെന്ന് പറഞ്ഞാലും ഇല്ല. നമ്മൾ പറയത്തില്ലയോ എത്ര വലിയ കാര്യം എന്നുള്ളൊരു ചെറിയൊരു അവിടെക്കൂടെ വരുന്നത് ഗ്യാസ് ഓയിലും അല്ലെങ്കിൽ ഇതുപോലെ വാതകങ്ങളും ഒക്കെ. ഇയാൾക്കിത് പറയാം പൊക്കോളാൻ പറയാം. അവന്മാർ ആളില്ലാ ബോട്ട് കണ്ടവാനമുണ്ട്, മൈനുകൾ കണ്ടവാനുണ്ട്, ഒരെണ്ണം കൊണ്ട് വെച്ചിട്ട് ഇടിച്ചതില്ല. അമേരിക്ക റിസ്ക് അല്ലേ? അപ്പോൾ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. ഏതായാലും ഇറാനിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് കാര്യങ്ങൾ. ഇപ്പം പറഞ്ഞ് നമ്മുടെ
ദിവസവും വാർത്ത ഉണ്ടാക്കുന്നതല്ല. അത് ഇതിനൊരു പരിഹാരവും ഇതിനൊരു തീർപ്പും ഒന്നും ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കല്ല കാര്യങ്ങൾ. ഇതിപ്പോഴേ എങ്ങും തീരുന്ന ഒരു രീതിയും ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.